ഇന്ന് എല്ലാ മാസവും ഉള്ളതുപോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ദിവസമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ രോഗികൾക്ക് ചോറ് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ ഈ മാസത്തിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ക്യാരറ്റ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. കടുകിട്ടു, കറിവേപ്പിലിട്ടു, എന്നിട്ട് നമ്മൾ അതിലേക്ക് നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു, നന്നായി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ഇട്ടു കേട്ടോ. നന്നായിട്ട് ആ മഞ്ഞളും മുളകും അതിൽ പിടിക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമ്മളത് വേവിക്കുകയാണ്. നല്ലതുപോലെ വെന്ത് വന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ കറി വെക്കുന്നുണ്ട് കേട്ടോ. പരിപ്പാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് മുരിങ്ങയും കൂടി ഊരിയിടണം, അത് തളിച്ചൊഴിക്കണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മെഴുക്ക് പുരട്ടിയാണ്, ഉപ്പേരിയായിട്ടും നമുക്ക് കൂട്ടാം. അപ്പോൾ ഞാനൊരു ചമ്മന്തി അരക്കുന്നുണ്ട്. അതിന് കാന്താരി മുളക്, പിന്നെ നാളികേരം, ഒരു അമ്പഴങ്ങ ചുട്ടതുമാണ് എടുത്തത്. അപ്പം നേരത്തെ തന്നെ ഞാനിവിടെ എടുത്തിരുന്ന ചുവന്ന മുളക് ഇട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കൂട്ടി അരച്ചു. അപ്പോൾ നമ്മുടെ ചോറും ഊറ്റിയെടുത്തു. മുരിങ്ങ ഇട്ട് തിളക്കാൻ വെച്ചു. നമ്മൾ മുരിങ്ങ തിളപ്പിച്ചെടുത്തതിന് ശേഷം താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ബത്തൽ മീനാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾ കൊഴുവാന്നായിരിക്കും പറയുക, ഞങ്ങളിവിടെ ബത്തൽ എന്നാണ് പറയാറ്. അപ്പോൾ അതും ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കൊണ്ടുപോകാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചോറ് എടുക്കുമ്പോഴാണ് എത്ര എടുക്കണം എന്നറിയാത്തത്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാറാണ്. അപ്പോൾ തോരൻ വെച്ചു, ചമ്മന്തി എല്ലാം ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തു. നമ്മുടെ മീനും വെച്ച് കൊടുത്തു. കറി വേറെ ഒരു കവറിലാണ് ആക്കുന്നത് കേട്ടോ. ഇതേപോലെയാണ് എല്ലാം സെറ്റാക്കി എടുത്തത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.